ഈ സീസൺ ഒന്ന് അവസാനിച്ച് കിട്ടുന്നതിന് മുമ്പേ തന്നെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഒരു ക്ലബിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ അത് നമ്മൾ വളരെയധികം പ്രശംസിക്കേണ്ടതും കണ്ട് പഠിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും ഒക്കെയാണ്. അത്തരത്തിൽ മിക്ക ടീമുകളും വരാൻ പോകുന്ന ISL സീസണുകളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തങ്ങളുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് പോളിസികളിൽ എടുത്തു തുടങ്ങി എന്ന് വേണം അറിയാൻ. പുതുതായിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെന്നൈയിൻ FC ഇപ്പം അത്യാവശ്യം പരിതാപകരമായിട്ടുള്ള നിരയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിൽ കൂടിയും അവരുടെ മധ്യനിരയിലെ നിർണായക സാന്നിധ്യമായ സ്കോട്ടിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കോണർ ഷീഡ്സിൻ്റെ കാര്യത്തിൽ മറ്റ് ക്ലബ്ബുകൾ ആ ഒരു താരത്തിൻ്റെ പ്രകടനം കണ്ട് ഇംപ്രസ്ഡ് ആയി അദ്ദേഹത്തിനെ പൊക്കാൻ തയ്യാറെടുക്കുകയാണ്. മറ്റ് ക്ലബ്ബുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ജൈജാൻറ്റിക് ടീമുകളായിട്ടുള്ള നിലവിലെ ചാമ്പ്യൻ ടീമുമായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, അതുകൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ടീമുകളിൽ ഒന്നായിട്ടുള്ള ബംഗളൂരു FC, മുംബൈ സിറ്റി FC, അതും കൂടാതെ ഇന്ത്യൻ ഫുട്ബോളിന് അല്ലെങ്കിൽ ആക്രമണാത്മക ഫുട്ബോളിൻ്റെ മറ്റൊരു മുഖമൊക്കെ തുറന്നു കൊടുത്ത FC ഗോവ. ഈ 3 ടോപ്പ് ടയർ ക്ലബ്ബുകളാണ് നമ്മളുടെ കോർണർ ഷീറ്റ്സിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. മോഹൻ ബഗാൻ, FC ഗോവ, ബംഗളൂരു FC, മുംബൈ സിറ്റി FC തുടങ്ങിയ 4 ടീമുകൾ ഈ ഒരു സ്കോട്ടിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്ക് വേണ്ടി മുന്നിലുണ്ട്. അപ്പം ചെന്നൈയിൻ FC വിട്ട് ഈ ഒരു സീസൺ തീരുമ്പം കോർണർ ഷീറ്റ്സ് പുറത്തേക്കിറങ്ങി ഏതെങ്കിലും 4 ക്ലബ്ബുകളിൽ ഒന്നിൻ്റെ ഭാഗമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.